സംഗീത പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്കാണ്. വിഖ്യാത ബോളിവുഡ് ഗായകൻ അർജിത് സിംഗ് പിന്നണി ഗാനം അവസാനിപ്പിക്കുന്നു. ഇനി പാടാനില്ല എന്ന് അർജിത് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചു. ഒരു മണിക്കൂർ മുൻപാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അക്ഷയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഗീത ആസ്വാദകർക്ക് അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് വരുന്ന ഫാൻസിനൊക്കെ ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വാർത്തയല്ല എന്നതാണ്. അക്ഷയ പറഞ്ഞതുപോലെ 38 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അതിനിടയിൽ തന്നെ നിരവധി ഹിറ്റായ ഗാനങ്ങളുണ്ട്. അത്രയും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗായകനാണ്. നമ്മുടെയൊക്കെ ഒരു പ്ലേലിസ്റ്റിൽ അർജിത് സിംഗിൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആയിട്ട് ഒരു പാട്ടെങ്കിലും ഇല്ലാതിരിക്കില്ല എന്നതാണ് ഒരു വസ്തുത. അങ്ങനെയുള്ള ഒരാൾ പിന്നണി ഗാനരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഈ പോസ്റ്റിൽ ആദ്യം ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. അത് അവ്യക്തമാണ്. എന്തെങ്കിലും പെട്ടെന്നുണ്ടായ ഒരു സങ്കടത്തിൻ്റെയോ ദേശത്തിൻ്റെയോ പുറത്തെങ്ങാനും ഉണ്ടായ ഒരു പോസ്റ്റാണോ എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും ഇതൊരു സത്യമാകാതിരിക്കട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നതും ഒരു കാര്യമാണ്. എന്തായാലും അദ്ദേഹം 2013 ആഷിക്കി 2 തും ഹി ഹോ എന്ന പാട്ട് പാടിക്കൊണ്ടാണ് വലിയ ജനപ്രീതി നേടിയെടുക്കുന്നത്. ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം ഇടം പിടിക്കുന്നത്. അതിനുശേഷം എത്രയോ ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം പാടി ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നതാണ്. പിന്നെ നമുക്കറിയാം, സാധാരണയായി അർജിത് സിംഗിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, സാധാരണയുള്ള ബോളിവുഡ് സിംഗേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് സാധാരണമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ്. വളരെ ലളിതമായ ജീവിതം. ഷോസ് അവതരിപ്പിക്കുന്നതാണെങ്കിലും വളരെ കുറവ് ഷോസാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരാൾ. അതോടൊപ്പം തന്നെ ഒരു NGO ഒക്കെ നടത്തുന്നുണ്ട്. ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞൊരു NGO നടത്തുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾക്കിടയിലും എല്ലാ വ്യക്തിപരമായ ജീവിതം കൊണ്ടുമൊക്കെ ഒരുപാട് ഇഷ്ടം നേടിയെടുത്ത ഒരാളാണ് അർജിത് സിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഒരു പ്രകോപനമാണോ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്നും നമുക്ക് വ്യക്തമല്ല. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുക്കാതിരിക്കട്ടെ എന്ന് ഉള്ളുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ആ തീരുമാനം, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ.